क्राइम अलर्ट, जुर्म के खिलाफ आवाज। മഞ്ജുവിനെ കാണാൻ എന്ത് രസമല്ലേ? എടാ അവള് ജസ്റ്റ് ഒന്ന് പുറകിലിരുന്ന് വന്നാലും അടിപൊളിയായിരിക്കും അളിയാ. എടാ അവൾ ഒന്നാന്തര ചരക്കാ. നിന്റെ ഈ പൈസ ഉണ്ടെങ്കിൽ നിനക്ക് അവള് സെറ്റ് ആവൂടാ. ആരുടെ ബൈക്കിന്റെ പുറകിലിരുന്നാണ് നീ പോയത്? നിങ്ങളൊരു സ്കൂട്ടി പോലും വാങ്ങി തന്നിട്ടില്ല. അപ്പൊ എങ്ങനെ കോളേജിൽ നടന്നു പോണോന്നാണോ? കോളേജിലെ ഫ്രണ്ടാ, ലിഫ്റ്റ് തന്നു, അതുകൊണ്ട് കേറി. ഇതിലെന്താ ഇത്ര വലിയ കാര്യം? എന്ന് വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് വരുന്നത് ശരിയാണെന്നാണോ നീ പറയുന്നത്? എന്റെ പൊന്നച്ചാ, ബൈക്കില് ബെൽറ്റ് ഒന്നും ഘടിപ്പിച്ചിട്ടില്ല ഇങ്ങനെ കെട്ടിവെക്കാൻ വേണ്ടിട്ട്. മുന്നേ ഇരിക്കുന്ന ആളിനെ കെട്ടിപ്പിടിച്ചിരിക്കണം. നീ ചിരിക്കണ്ട, കുറച്ചെങ്കിലും അടക്കൊതുക്കും വേണം. നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതുപോലത്തെ വൃത്തികെട്ട ഡ്രസ്സൊന്നും ഇട്ടോണ്ട് പുറത്തേക്കെങ്ങും പോരുതെന്ന്. ഓ ഇപ്പൊ എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഇപ്പൊ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥ വരില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഈ ജയിലും പിന്നെ ഇങ്ങനത്തെ ഒരു ഹിറ്റ്ലർ അച്ഛനും ഇതിന്നൊരു മോചനം കിട്ടിയനെ. ഇവള് ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് ഇവളുടെ കല്യാണം നടത്തണം. ചേട്ടാ, ഞങ്ങൾക്ക് നിങ്ങളുടെ മോളെ കണ്ട ഉടനെ ഇഷ്ടമായി. അല്ല രാജേഷ്? ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് നോക്കട്ടെ. ആ ഇത്രയും വലിയ തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും പരസ്പരം സംസാരിക്കേണ്ടത് അത്യാവശ്യം. ഞാൻ ടെറസിൽ കാത്തിരിക്കും. ശരി പറയേ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളിയുള്ളൂ, സുന്ദരിയല്ല? അങ്ങനെയല്ല, ഞാൻ സുന്ദരിയാണെന്ന് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കോംപ്ലിമെന്റ് തരാൻ ഇത്രയും സമയം വേണോ? എന്ത്? ഇല്ലില്ല, എനിക്ക് തോന്നി നിങ്ങള് ആദ്യത്തെ നോട്ടത്തിലേ വീണൂന്ന്. നിങ്ങള് എന്നെ ഇഷ്ടമാണെന്നാ പറയാൻ പോന്നേ? അപ്പൊ നിങ്ങളുടെ ലുക്കോ? ഇത് നോക്ക്, നിങ്ങള് ആള് സൂപ്പറാട്ടോ. ഹാ, പക്ഷെ എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും, അതിലെന്താ ഡൗട്ട്? ശരി, ഒരു കാര്യം പറ. എനിക്കിങ്ങനെ കറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാ. പിന്നെ നല്ലോണം ചെലവഴിക്കും, ഔട്ടിങ്ങിന് പോവും, ഷോപ്പിങ്ങിന് പോവും. പിന്നെ എന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന് കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമല്ല. ഇത് നോക്കൂ, നിങ്ങളുടെ ഹാപ്പിനെസ് ആയിരിക്കും എന്റെ ഹാപ്പിനെസ്. അങ്ങനെയുള്ളപ്പോ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? എന്താ രണ്ടുപേരും സംസാരിച്ചോ? അയ്യോ, എവിടെയാ? നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വിളിച്ചില്ലേ? ഞാനിപ്പോ എന്നെ പറ്റി മാത്രമേ സംസാരിച്ചോളൂ. ഇദ്ദേഹത്തിനെ പറ്റി ചോദിക്കാൻ ഇനിയുണ്ട്. ഇവളിപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാ. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട കുട്ടിയല്ലേ, അതാ. പിന്നെ രാജേഷ് എന്തോ പറഞ്ഞിരുന്നല്ലോ. അതൊന്നുമില്ല, ഇപ്പൊ ഞാൻ അവളുടെ അമ്മയാ. സ്നേഹത്തോടെ ഞാൻ അവളെ നോക്കിക്കോളാം. ശരി ശരി ചേട്ടാ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ബാക്കിയല്ല നമുക്ക് ഫോണിൽ കൂടെ സംസാരിക്കാം. ആയിക്കോട്ടെ. നമസ്കാരം ചേട്ടാ. പോയിട്ട് വരൂ. നമസ്കാരം. വാ പോകാം. നിങ്ങൾ മഞ്ജുവിന്റെ അച്ഛനടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞില്ലേ? കാരണം എനിക്ക് അവളോടൊന്നും പറയാൻ പറ്റിയിട്ടില്ല. നോക്കു മോനെ, ഇതൊന്നും നമുക്ക് മറയ്ക്കാൻ പറ്റില്ല. ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ സമ്മതിച്ചു. ശരി, ആ പെണ്ണിനെ കുറിച്ച് നിനക്കെന്താ അഭിപ്രായം? എനിക്ക് ശരിക്കും ഇഷ്ടമായി.
എന്റെ ജീവിതം പ്രകാശമാക്കാൻ വന്ന ഈ സുന്ദരിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ്. ഇതെന്താ ഇത്രയും ചെറിയ ഗിഫ്റ്റോ? ഞാൻ വിചാരിച്ചു നിനക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന്. സാറില്ല, പോട്ടെ. ഞാനിത് ചെന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഒരെണ്ണം വാങ്ങിച്ചു തരാം. ഇല്ലില്ല, നീ പോകണ്ട. നിനക്ക് പോകണമെന്ന് തോന്നുമ്പോ എന്നെ കൂടെ കൂടെ കൊണ്ടുപോ. അറിയില്ലല്ലോ നീ എന്താ എടുത്തോണ്ട് വരാൻ പോകുന്നേന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണിന്ന്. ഞാൻ വളരെ ഹാപ്പിയാണെന്ന്. ഈ നിമിഷം തൊട്ട് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ തന്നെ ഹാപ്പി ആയിട്ട് വെക്കാൻ ഞാൻ വാക്ക് തരാം. ഞാൻ എത്ര ലക്കിയാണെന്നറിയോ? നീ അതിസുന്ദരിയാണ്. അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് നിന്റെ ഈ മനസ്സും. എന്നെ പോലെ ഒരു ഡിവോഴ്സായ ചെറുക്കനെ കല്യാണം കഴിക്കാൻ നീ ഉടനെ തന്നെ സമ്മതിച്ചില്ല. ഞാൻ നിനക്ക് എപ്പോഴും ഹാപ്പിനെസ് തന്നുകൊണ്ടിരിക്കും. എന്നുവെച്ചാ നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്നോ? എന്ത്? നിന്റെ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും നിന്നോട് ഈ കല്യാണത്തിന് മുൻപ് പറഞ്ഞിട്ടില്ല? നിന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഞാൻ എൻ്റെ അമ്മയോടും പറഞ്ഞതാണ്. കാരണം ഈ കല്യാണം എനിക്ക് ഒരു ഒളിവും മറയുമില്ലാതെ നടക്കണം. കള്ളത്തരം പറഞ്ഞ എന്നെ കല്യാണം കഴിച്ചതല്ലേ? എന്നെ കോരിലിട്ടിലാക്കിലേ. വായിലെന്താ ലോക്കിട്ടേക്കായിരുന്നോ? ആ, അന്ന് വീട്ടിൽ വന്നില്ലേ? അന്നെന്താ എല്ലാം പറയാത്തത്? ഈ ഇപ്പൊ പറഞ്ഞതൊക്കെ നീ എന്നോട് കള്ളം പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്റെ അച്ഛന്റെ തലയിലെല്ലാം കെട്ടിവെക്കുകയാണല്ലേ? അല്ല മഞ്ജു, ഞാൻ കള്ളം പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ് വിശ്വസിക്ക്. എനിക്ക് നിന്നോട് ഈ കാര്യം മറച്ചു വെക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ഇപ്പൊ നിന്നോട് ഈ കാര്യം പറയേണ്ടത്? പ്ലീസ് മഞ്ജു, എന്നോട് ക്ഷമിക്ക്. പ്ലീസ്, നീ ഇതുപോലെ അപ്സെറ്റ് ആവല്ലേ. ഞാൻ ഇങ്ങനൊന്നും ചെയ്യണം വിചാരിച്ചതല്ല. പ്ലീസ് മഞ്ജു, നീ ഇതൊന്ന് വായിക്ക്. ഇതെന്റെ ഫസ്റ്റ് വൈഫ് ചിത്രയുടെ ലെറ്ററാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ മുംബൈയിലേക്ക് പോവാണ്. നീ എന്നെ മുംബൈയിലേക്ക് പോവാൻ അനുവദിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്നേക്കുമായി നിന്നെ വിട്ടിട്ട് പോവാണെന്ന്. ഇതിൽ എന്റെ തെറ്റ് എന്താണുള്ളത്? ഞങ്ങൾ എന്നേക്കുമായി പിരിഞ്ഞു. എനിക്ക് ഡിവോഴ്സ് ആയി മഞ്ജു. കൊണ്ടുപോയി കാണാൻ നിന്റെ പേപ്പർ. നീ എന്നോട് കള്ളം പറഞ്ഞ കല്യാണം കഴിച്ചത്. മഞ്ജു, മഞ്ജു, നീ എങ്ങോട്ടേക്കാ പോകുന്നേ? ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്ലീസ് മഞ്ജു, എന്നോട് ക്ഷമിക്ക്. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഞാൻ തന്നെ ആരും ഡിപ്പെൻഡ് ചെയ്ത് ഡയറക്റ്റായിട്ട് നിന്നോട് ഈ കാര്യം പറയണമായിരുന്നു. പ്ലീസ് മഞ്ജു, എന്റെ കയ്യിൽ തൊടരുത്. ഞാൻ എങ്ങോട്ട് ഓടി പോകുന്നില്ല. ഞാൻ എന്റെ അച്ഛനെ വിളിച്ച് ചോദിക്കാൻ പോവാ. ഞാൻ ജനിച്ചപ്പോ തന്നെ എന്തുകൊണ്ടാ കഴുത്ത് ഞെരിച്ച് കൊല്ലാത്തേന്ന്, എന്തിനാ ഈ നരകത്തിലോട്ട് തള്ളിവിട്ടെന്ന്. നിന്നെ ഈ നശിച്ച വീട്ടിൽ ഫോൺ റേഞ്ച് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഫോൺ വിളിക്കാൻ വന്നതാ. ഇങ്ങോട്ട് വന്നിരിക്കുന്നില്ലേ? നല്ല സമാധാനത്തോടെ ഉറങ്ങുമായിരിക്കുമല്ലേ നിങ്ങള്? ഹാ, അതായത് സന്തോഷായല്ലേ? നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു. ഒരു ഡിവോഴ്സിയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു. നിങ്ങൾക്ക് എന്താ കിട്ടിയത് ഇത് കാരണം? എന്റെ ജീവിതം നിങ്ങൾ എല്ലാരും കൂടെ നശിപ്പിച്ചോ? ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്താ എന്നോട് പ്രശ്നം? എന്റെ ജീവിതം വെച്ച് നിങ്ങൾ എല്ലാവരും കൂടെ കളിച്ചല്ലേ? വലിയ വില കൊടുക്കേണ്ടി വരും. മോളെ, ഞങ്ങളുടെ വീട്ടിലൊരു ആചാരമുണ്ട്. പുതിയ മരുമകളുടെ കൈ കൊണ്ട് ഒരു സ്വീറ്റ് ചെയ്ത് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും കൊടുക്കണം. അതിനുശേഷമുള്ള ജീവിതം വളരെ സന്തോഷമായിട്ടിരിക്കും. മനസ്സിലായോ മോളെ? അമ്മേ, ആദ്യം ഇങ്ങനെ മോളെ മോനെ എന്നൊക്കെ വിളിക്കുന്നത് നിർത്ത്. നിങ്ങൾ ആരും എന്നെ ഒരു മോളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല ട്രീറ്റ് ചെയ്തത്. അതിന് ഞാൻ എന്താ മോളെ പറഞ്ഞേ? ഒരു സ്വീറ്റ് അല്ലേ ചെയ്യാൻ പറഞ്ഞുള്ളൂ. എങ്ങനത്തെ സ്വീറ്റ്സാ ചെയ്യേണ്ടത് അമ്മേ? നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്റെ ജീവൻ തന്നെ കൈപ്പൊള്ളതാക്കി. നിങ്ങളുടെ മോൻ ഇന്നലെ രാത്രി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്തിനാ ചെയ്തത്? എന്തിനാ നിങ്ങൾ എല്ലാരും കൂടെ കള്ളം പറഞ്ഞ് കല്യാണം നടത്തിയത്? മോളെ, മോളുടെ അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നല്ലോ.
പോകാൻ പറ എന്റെ അച്ഛനോട്. എല്ലാം അയാളുടെ പ്ലാനായിരുന്നു. എന്റെ കല്യാണമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഒരു വാക്ക് പറയായിരുന്നു. നോക്കിയ മഞ്ജു, അതൊന്നും ഒരു കല്യാണമേ അല്ല. കല്യാണം കഴിഞ്ഞ 2 മാസത്തിൽ തന്നെ ചിത്ര വീട് വിട്ടിട്ട് പോയി. അറിഞ്ഞൂടാ? അതിപ്പോ 2 വർഷമായാലും ശരി 2 മാസമായാലും ശരി, നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് സത്യം മറച്ചു വെച്ചു. അത്രേ ഉള്ളൂ. മഞ്ജു, എന്റെ ആദ്യത്തെ ഭാര്യ ഓടിപ്പോയതാ. നിങ്ങൾ മിണ്ടരുത്. ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ നാക്ക് പുറത്തു വന്നേ? ഇതിൽ എന്റെ മോന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. നോക്കു മോളെ, ഇവിടെ നിനക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം. ഇത് നിന്റെ വീടാ. അമ്മേ, ആദ്യം ഇത് എനിക്ക് എന്റെ വീടായിട്ട് തോന്നണ്ടേ? വീട് പോലും. ഇത് നോക്കുമോളെ, നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചയൂണിന് സമയമായി. വാ മോളെ, എന്തെങ്കിലും കഴിക്കാം. വാ. നോക്കുമോളെ, നടന്ന എല്ലാ കാര്യങ്ങൾക്കും എന്റെ മോന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എല്ലാരും കൂടെ എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കണ്ട. പ്ലീസ്, നിങ്ങളൊന്ന് പോയേ. ഇങ്ങോട്ട് നോക്കു മഞ്ജു, നിന്റെ മനസ്സൊന്ന് റിലാക്സ് ആക്കോ. ഈ കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല, പക്ഷെ തീർച്ചയായിട്ടും ക്ഷമിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്കിത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. എന്റെ മനസ്സ് അത്ര വലുതൊന്നുമല്ല. ആർക്കാണെങ്കിലും എന്റെ ജീവിതം വെച്ച് കളിക്കാന്നാണോ? എന്നിട്ട് ഞാൻ അവരോട് ക്ഷമിക്കാൻ വേണം? എന്റെ അടുത്ത് ഒരുപാട് നല്ല പയ്യന്മാരുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്കൊരു ഡൈവോഴ്സി കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്ലീസ്, നിങ്ങൾ ഇവിടെ നിന്ന് പോവാമോ? എന്റെ വായിന്ന് വേറെ വല്ലതും കേൾക്കുന്നതിന് പോകുന്ന നല്ലത്. ലീവ് മീ അലോൺ. മഞ്ജു, നീ എന്താ ഈ ഇരുട്ടിലിങ്ങനെ ഇരിക്കുന്നത്? ഇന്നാ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചതാ. ഇതൊന്ന് വാങ്ങുന്നേ. എന്നോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതൊന്ന് വാങ്ങിക്കും. ഇതെന്താ ഇത്രയും ചെറുതാ? അറ്റ്ലീസ്റ്റ് ഒരു സ്മാർട്ട് ഫോണെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നൂടെ? നിനക്ക് ഇത്ര പോലും ബുദ്ധിയില്ലേ? ആർക്ക് എന്താ എപ്പോഴാ കൊടുക്കേണ്ടെന്ന്? എന്താ എടുത്തോണ്ട് വന്നത്? തന്നെ. ഞാൻ അടുത്ത തവണ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു തരാം കേട്ടോ. സോറി, ഒരു തെറ്റ് പറ്റിപ്പോയതാ. നിങ്ങളുടെ ആദ്യത്തെ കല്യാണത്തെ പറ്റി ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. പക്ഷേ ഒരു ചാൻസ് നിങ്ങൾക്ക് തരാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നിന്റെ എല്ലാ കണ്ടീഷൻസും എനിക്ക് ഓക്കെയാ. ആദ്യം ഒരു തവണ ഒന്ന് കേക്ക്, ഇല്ലെങ്കിൽ പിന്നീട് പശ്ചാത്തപിക്കും.
ശരി, നിന്റെ കണ്ടീഷൻസ് ഒക്കെ എന്താ? എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ഞാൻ മൂഡ് ഓഫ് ആവുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ ഇങ്ങനത്തെ നല്ല നല്ല ഗിഫ്റ്റ് തന്നോണ്ടിരിക്കണം. ഇങ്ങനത്തെ ചെറിയ ഗിഫ്റ്റ് ഒന്നും നടക്കില്ല. ഓക്കെ, ഇതൊരു ചെറിയ കാര്യമല്ലേ. ഇതെനിക്ക് ആദ്യം തന്നെ അറിഞ്ഞിരുന്നെങ്കിലേ നമ്മുടെ ആദ്യ രാത്രി സ്പോയിൽ ആവില്ലായിരുന്നു. വിട്ടേക്ക്. ബൈക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതും കൊണ്ട് ഇറങ്ങുന്നത്? ആക്ച്വലി ഐ എം വെരി സോറി. അത് എന്റെ തെറ്റ് തന്നെയാ. എന്റെ മൊബൈല് നോക്ക്, എന്റെ ഫോൺ ഉടഞ്ഞുപോയി. വിഷമിക്കണ്ട, എനിക്കൊരു സ്വന്തം മൊബൈൽ ഷോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നാളെ പുതിയ ഫോൺ തരാം. നിങ്ങൾക്ക് മൊബൈലിന്റെ ഷോപ്പാണോ? അപ്പൊ അവിടെ സ്മാർട്ട് ഫോണും കാണുമായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ എന്തിനാ എനിക്കത് തരുന്നേ? ഞാൻ നിങ്ങളുടെ ആരാ? നിങ്ങളാരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാണ്ടിരിക്കുമോ? നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ളതല്ലേ ഞാൻ. അത് മാത്രമല്ലാണ്ട് ഫോൺ ഞാൻ കാരണമല്ലേ പൊട്ടിയത്. അതുകൊണ്ട് ഞാൻ തരാം. നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ പോവാണ്. ചിരിക്കുന്ന എന്തിനാ? നോക്ക്, സമയം എത്രയായിന്ന്. പോയി ഫ്രഷ് ആയിട്ട് വാ. ശരി, ഇന്നെന്ത് ഭക്ഷണം ഉണ്ടാക്കിയത്? ഇന്ന് എനിക്ക് പുറത്തുനിന്ന് കഴിക്കാനാ തോന്നേ. നമുക്ക് പുറത്തു പോവാം. പക്ഷെ അമ്മ പറഞ്ഞു ഭക്ഷണം പുറത്ത് റെഡിയാണെന്ന്. നിങ്ങൾക്ക് ഇത് തന്നെയാ പ്രശ്നം. നിങ്ങൾ ഇന്നുവരെ എനിക്ക് എന്ത് സന്തോഷം തന്നെ? കല്യാണം കഴിഞ്ഞ് 3 മാസമായി. ഹണിമൂണിന് പോലും നമ്മൾ പോയിട്ടില്ല. ഒരു സിനിമ പോലും ഇതുവരെയും കണ്ടിട്ടില്ല. മതി, എപ്പോഴും ഈ പെട്ടിക്കടയിൽ തന്നെ ഇങ്ങനെ ഇരിക്കണ്ടേ? അല്ല, ഞാൻ എന്ത് ചോദിച്ചെന്നാ? ജസ്റ്റ് പുറത്തു പോകാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എനിക്ക് തരാനായിട്ട് എന്താ ഉള്ളത്? എനിക്ക് എന്താ തരാൻ പോന്നെ? മഞ്ജു, നീ എന്തൊക്കെ കാര്യങ്ങളാ വള്ളി കയറ്റിക്കൊണ്ട് പോകുന്നത്? ആണോ? ഡിഫെൻഡ് ചെയ്യാറിയാ നിങ്ങൾക്ക്. പക്ഷെ ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാറില്ല. നിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അത് മതി. ഒരു വാക്ക് പോലും നീ മിണ്ടണ്ട. ഇത് നോക്കു മഞ്ജു, ഇതിൽ ദേഷ്യപ്പെടാൻ മാത്രം എന്താ? എന്നെ തൊട്ടു പോകരുത് നിങ്ങള്. നോക്ക്, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ ചോദ്യോത്തരങ്ങളൊന്നും നടത്തരുതെന്ന്. എനിക്ക് ദേഷ്യം വരുന്നു. പിന്നെ കണ്ടില്ലേ, നിങ്ങളുടെ തെറ്റ് കാരണമാണ് ഇന്ന് ഇതെല്ലാം സംഭവിച്ചത്. എല്ലാം നിങ്ങളെ കാരണം ഉണ്ടായത്. നോക്കുന്നേ, വേദനിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. പോവാം. പോവാ. ആ മോളെ, വാ മോളെ, കഴിക്കാനിരിക്കെ. അമ്മ, ഞങ്ങൾ ഇന്ന് പുറത്ത് ഡിന്നറിന് പോവാ.
നോക്കുമോനെ, ഫുഡെല്ലാം റെഡിയായല്ലോ. എല്ലാം ചീത്തയായി പോകും. ഇന്നിവിടെ നിന്ന് കഴിക്ക്, നാളെ വെളിയിൽ പോയി കഴിക്കാം. ഞങ്ങൾക്ക് വേണ്ട മാം, ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. എന്തുകൊണ്ടാ ലേറ്റ് ആയത്? ഈ വീട്ടിൽ 100 കാരണങ്ങൾ പറയേണ്ടി വന്നു. ഒളിച്ചു മാത്രോ വന്നത്. നിനക്കെന്താ? ഒരു കിക്ക് അടിക്കണം, ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണം, വരണം. ശരി വിട്, നീ വന്ന് കേറുവാ. പക്ഷേ ഇന്നെവിടെയാ പോവാ? നമ്മളൊരു സിനിമയ്ക്ക് പോവാണ്. വാവ്, സൽമാൻ ഖാൻ. പിന്നെന്താ നീ എന്നോട് മുന്നേ പറയാത്തെ? വീട്ടിലെന്താ പറയാ, സിനിമയ്ക്ക് ഒരുപാട് സമയം എടുക്കുമല്ലോ. ഇപ്പോ ഇങ്ങനെ ഓരോ കാരണവും പറഞ്ഞോണ്ടിരിക്കേ. നീ ആ കാര്യത്തിനൊക്കെ എക്സ്പേർട്ട് അല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നീ എന്നെ കല്യാണം കഴിക്കണമായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവനെങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. വേണ്ട വേണ്ട വേണ്ട. ഒന്നുമില്ലെങ്കിലും എന്റെ ഭർത്താവാണ്. 4-5 കാശും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നീ നിന്റെ അച്ഛന്റെ കാശിലിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കല്ലേ. എന്നാലും എൻ്റെ അച്ഛൻ കുറച്ച് പിശുക്കനാ. ഇഷ്ടം പോലെ പൈസ ഉണ്ടായിട്ട് എന്നെ കൊണ്ട് ഒന്നിനും വിടുന്നില്ല. അതുകൊണ്ട് അച്ഛന് വയസ്സാവാനായിട്ട് ഞാൻ കാത്തിരിക്കുക. അച്ഛനൊന്ന് പെട്ടെന്ന് പോയാൽ മതി, പിന്നെ എല്ലാ സ്വത്തും എൻ്റെ കയ്യിലോട്ടാവും. പിന്നീട് നിന്റെ ഹസ്ബൻഡിന് നീ പോയി ഡിവോഴ്സ് കൊടുത്താൽ മതിയല്ലോ. അതുവരെ നമുക്കിങ്ങനെ ഇരിക്കാം. വാവന്ന് വണ്ടി കയറ്. ഹാ, മഞ്ജുവിനെ പോലെയുള്ളവർ തങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവർക്ക് ബന്ധങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും ഒരു പ്രശ്നമേ അല്ല. അവൾ രാജേഷിനെ വിവാഹം കഴിച്ചതും അങ്ങനെയാണ്. അവളുടെ അച്ഛൻ അവൾക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. ആ സ്വാതന്ത്ര്യം അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ കിട്ടി. അവൾ ആഗ്രഹിച്ച ജീവിതം അവൾ ജീവിക്കുന്നു. അവൾ തന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനു വേണ്ടി ദേഷ്യം, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്, പിടിവാശി, ഈ തന്ത്രങ്ങളെല്ലാം അവൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ അവൾ തന്റെ വീടിനടുത്തുള്ള കൗശിക് എന്നൊരു യുവാവുമായി ഒരു അൺഎത്തിക് ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മാർഗം അവളെ എവിടെ കൊണ്ടെത്തിക്കും? മഞ്ജുവിന്റെ ഈ പ്രവർത്തികളുടെ അന്ത്യം എന്തായിരിക്കും? മഞ്ജുവിന്റെ ഈ ഇരട്ടമുഖം അവളുടെ ഭർത്താവിന് അറിയുമോ ഇല്ലയോ? വരൂ, നമുക്ക് കാണാം. ഈ കഥയിൽ ഇപ്പോൾ ഒരു പുതിയ ട്വിസ്റ്റ് ഉണ്ടാകുമോ? എന്തുപറ്റി? നിങ്ങളെല്ലാരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത്ര സമയം എവിടെയായിരുന്നു? സമയം എന്താന്ന് വിചാരമുണ്ടോ? അയ്യോ ചേട്ടാ, എന്റെ ഭർത്താവ് ഇവിടെ മുന്നേ നിൽക്കില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും ചൂടാവുന്നേ? മഞ്ജു, അമ്മാവനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഇന്നത്തെ ദിവസം മൊത്തം നിന്നെ കണ്ടില്ല, അതുകൊണ്ടല്ലേ ചോദിക്കുന്നേ. ആർക്കറിയാം നീ വെളിയിലെങ്ങാണ് കറങ്ങിട്ട് വരുവാണോന്ന്. നിങ്ങളുടെ ലിമിറ്റിൽ നിൽക്കുന്ന നിങ്ങൾക്ക് നല്ലത്. താമസിച്ചു പോയി നിനക്കൊരു ഫോൺ ചെയ്തുകൂടായിരുന്നോ? എല്ലാവരും ഒരുപാട് വിഷമിച്ചു, ഫോൺ ചെയ്തിട്ടും പോകുന്നില്ല. ഓഹോ, നിങ്ങൾക്കെല്ലാം എന്നെ കുറിച്ച് വലിയ കരുതലാണല്ലേ. നാടകം മതിയാക്കിയേക്ക്. നിങ്ങളെല്ലാം സ്വാർത്ഥരാണ്. നിങ്ങളെപ്പറ്റി മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാനൊന്നും മറന്നിട്ടില്ല. നിങ്ങളെല്ലാവരും ചതിച്ചാണ് എന്റെ കല്യാണം നടത്തിയത്. മഞ്ജു, അമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ശരി, നിങ്ങളെല്ലാവരും ഒരു ഭാഗത്തല്ലേ? ഞാനല്ലേ തെറ്റ്? അപ്പൊ ഞാൻ തന്നെ ഇവിടുന്ന് പോയേക്കാം. ഇത് നോക്ക്, നീ എന്താ ഈ കൊച്ചുകുട്ടികളെ പോലെ? നീ അവളെ വിളിക്കും മോനെ. അമ്മ, സഹിക്കുന്നതിനൊക്കെ പരിധിണ്ട്. ഇനി എനിക്ക് വയ്യ അമ്മേ. ഇവളുടെ പോക്ക് ഇങ്ങനെയാണ്. ഇന്ന് പിണങ്ങിപ്പോവും, നാളെ ഇണങ്ങിക്കൊണ്ട് അവൾ ഇങ്ങോട്ട് വരും ചെയ്യും. നോക്ക് കൗശൽ, എല്ലാരും ഒരു സൈഡിലായി. രാജേഷിന് എത്ര ധൈര്യമുണ്ട് എന്നെ തടയാൻ പോലും വന്നില്ല. ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ മതിയാവും. ഇവിടെ വന്നിട്ട് എന്തിനാ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഹേയ്, ഞാൻ ഹോട്ടലിൽ വലിയ റൂമാ ബുക്ക് ചെയ്തിരിക്കുന്നേ. കുറച്ചെങ്കിലും ഒന്ന് റൊമാൻറ്റിക് ആവ്. ഒന്ന് ആ മൂടൊക്കെ ഒന്ന് മാറ്റ്. കൗശൽ, ഞാൻ എന്താ നിങ്ങളുടെ അടിമയാണോ? നിങ്ങൾ എന്തെങ്കിലും പറയാ അത് ഞാൻ ചെയ്യാനായിട്ട് ഇല്ല. ദാ നോക്ക്, നീ അവരുടെ അടിമയല്ല, എന്റെ ലവറാ. ഇപ്പൊ നീ അവരുടെ കാര്യം വിട്ടുകളാ. എപ്പോഴും അവരെ കുറിച്ച് ആലോചിച്ച് സമയം കളയാൻ പറ്റുമോ നമുക്ക്? മൂഡ് ഓൾറെഡി പോയി കഴിഞ്ഞ്. ഇനിയിപ്പോ നോക്കിക്കോ.
ഞാൻ നല്ലൊരു പണി കൊടുക്കും. അത് വെച്ച് അവരുടെ കാര്യത്തിനൊരു തീരുമാനമാവും. എന്ത് വന്നാലും എന്റെ തലയ്ക്കാ കയറുന്നത്. ഇനിയിപ്പോ എന്റെ ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ നോക്കിക്കോ, ഈ യുദ്ധം അവരെങ്ങനെയാ ജയിക്കുന്നതെന്ന് കാണാം. ഇതിപ്പോ പാതിരാത്രിയായി. മഞ്ജു എന്തെങ്കിലും ഫോൺ വിളിച്ചായിരുന്നോ? അവൾ ഇതുവരെ എത്തിയില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവളെ പോകാൻ സമ്മതിക്കരുതെന്ന്. അമ്മേ പ്ലീസ്, ഇതൊരു തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ആണ്. വയസ്സിന് മൂത്തവർ പറയണ കേക്കണം. നിന്റെ കല്യാണം ആദ്യം ഒന്ന് കഴിഞ്ഞതാ. ഇപ്പൊ ഇവളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ നിന്റെ ജീവിതമേ നശിച്ചു പോകും. അവളുടെ ഫോൺ ഓഫാ. ഞാൻ അവളുടെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ അച്ഛാ, ഞാൻ രാജേഷാണ് സംസാരിക്കുന്നത്. മഞ്ജുയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫാ. അവൾക്കൊന്ന് ഫോൺ കൊടുക്കോ? മഞ്ജു അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ല. എന്താ പറഞ്ഞേ? അമ്മ, അവൾ അവളുടെ വീട്ടിലേക്കും പോയിട്ടില്ല. അവളുടെ അവസ്ഥ എന്താണെന്ന് പറയില്ല. വല്ല കടുങ്ങ എങ്ങനെ ചെയ്തു കളയോ അവള്? നിങ്ങൾ ഇതാ ആഗ്രഹിക്കുന്നല്ലേ? അതായത് എനിക്ക് എന്തെങ്കിലും മോശം സംഭവിക്കണമെന്നല്ലേ? ഇൻസ്പെക്ടർ സാർ, ഇതാണ് എൻ്റെ ഫാമിലി. ഇതെന്റെ ഭർത്താവ്, ഇതെന്റെ ചേട്ടൻ, അമ്മായിയമ്മ, പിന്നെ ഇതാണ് എൻ്റെ ചേട്ടത്തി. ഇവരെല്ലാരും ഡെയിലി എന്നെ ഉപദ്രവിക്കും, ഡെയിലി എന്നെ അടിക്കും, എന്നിട്ട് സ്ത്രീധനം ചോദിക്കും. മഞ്ജു, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതിനെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇൻസ്പെക്ടർ സാറ്, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഇതൊക്കെ വെറും നിസ്സാര കാര്യമാ. അവൾക്ക് കുറച്ച് ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത് വേറെ ഒരു സത്യമില്ല, അല്ലേ മഞ്ജു? ശരി ഏതാ തെറ്റേതാന്നൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. അവരിതുവരെ നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് തന്നില്ല. പക്ഷെ അവർ കംപ്ലൈന്റ് തന്നാൽ ഞാൻ നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് എടുക്കേണ്ട വന്നേക്കും എന്തായാലും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണം. മോനെ ഇങ്ങോട്ട് നോക്കിയേ, അവള് പറഞ്ഞു മനസ്സിലാക്ക്. മഞ്ജു, എന്നോട് ക്ഷമിക്കണം മഞ്ജു. എന്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റാ ഉണ്ടായത്. ഇൻസ്പെക്ടർ സാർ, വിട്ടേക്ക്. എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇവരെന്നെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന്. ഒരുപക്ഷെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നതാണ്. ശരി, എന്നാ പോവാം, വരൂ. ഭയങ്കര ക്ഷീണം തോന്നുന്നു. അമ്മായിമ്മേ, ഒരു കപ്പ് ചായ ഇട്ട് തരാമോ? മഞ്ജു, നിനക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടെങ്കിലേ പോലീസിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുന്നേ? എന്നോട് ഇത്രയും ശബ്ദം ഉയർത്തി സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് എങ്ങനെ വന്നു? ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടു. അടുത്ത തവണ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ലോക്ക് ചെയ്യും നിങ്ങളെല്ലാരും. മനസ്സിലായല്ലോ? മഞ്ജു ഇന്ന് രാത്രി വീട്ടിലേക്ക് വന്നില്ലല്ലോ. ഫോൺ എടുക്കുന്നില്ല. നിങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ബിസിയാണ്. ചുമ്മാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കരുത്. പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി ഞാൻ വരത്തില്ല. വിദ്യയുടെ വീട്ടിലേക്ക് പോവാ. വരത്തില്ല. ഫോൺ വെക്ക്.
എന്തു പറ്റി? ഒന്നുമില്ല. എൻ്റെ അടുത്തേക്ക് വരെ. ഇല്ല. എൻ്റെ ഫ്രണ്ടില്ലേ വിദ്യ, ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ അമ്മ മരിച്ചുപോയി. ഈ സമയത്ത് എൻ്റെ സാന്നിധ്യം അവൾക്ക് വളരെ ആവശ്യമാണ്. ഞാൻ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ പോവാ. വീട് നിങ്ങൾ നോക്കിക്കൊള്ളണം. ഓക്കെ അല്ലേ എൻ്റെ ഭർത്താവേ? ജീവിതത്തിൽ ആദ്യമായിട്ട് രസം തോന്നിയത്. ഒരു സൈഡിൽ എൻ്റെ പാവം പിടിച്ച സ്വന്തം ഭർത്താവ്, എൻ്റെ അപ്പുറത്തെ സൈഡിൽ എൻ്റെ ഡാഷിങ് കാഷിപ്പ്. ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ലൈഫ് സെറ്റാണ്. വാ. മോനെ രാജേഷേ, ആ ഇങ്ങോട്ട് നോക്കിയേ. ഇനിയും നീ എഴുന്നേറ്റിട്ടില്ലേ? മോനെ, നിനക്ക് നല്ല പനിയുണ്ടല്ലോ. മഞ്ജു എവിടെ പോയി? മഞ്ജു, മഞ്ജു, മഞ്ജു എവിടെ പോയി? മഞ്ജു രാവിലെ എങ്ങോട്ടോ പോകുന്ന കണ്ടു. ഇതൊന്നും ശരിയല്ല. അവളുടെ ഭർത്താവ് സുഖമില്ലാതിരിക്കുക. മഹാറാണി ഭയങ്കര റൗണ്ട്സിലാണെന്ന് തോന്നുന്നു. എവിടെ ഫോണ്? വേണ്ടമ്മേ, അവളെ വിളിക്കണ്ട. അവൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. മരുന്ന് കഴിച്ചാൽ എനിക്ക് ശരിയാവുന്നതേ ഉള്ളൂ. നീ ഒന്നും മിണ്ടായിരിക്കേ. ഹലോ മോളെ, ഇവിടെ രാജേഷിന് പനി കൂടുതലാണ്. നിനക്ക് എങ്ങനെ തോന്നി വെളിയിൽ പോകാൻ? എക്സ്ക്യൂസ് മീ അമ്മായിമ്മേ, ഞാൻ കറങ്ങാൻ വന്നതല്ല. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്താ വന്നത്. അത് രാജേഷിന് അറിയാവുന്ന കാര്യമാണ്. നിന്റെ ഭർത്താവിനേക്കാളും നിന്റെ ഫ്രണ്ടാണോ നിനക്ക് ഏറ്റവും വലുത്? എന്റെ ഭർത്താവ് ആകുന്നതിന് മുന്നേ നിങ്ങളുടെ മോനല്ലേ. ഒരു ദിവസം നോക്കിയെന്ന് പറഞ്ഞ് മാനൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഇങ്ങോട്ട് നോക്ക് മോളെ. എന്തിനാ എന്റെ മോൻ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് കാണിക്ക്. പക്ഷെ നീ ഇങ്ങോട്ട് വാ. വാ, എന്റെ മോന് വേണ്ടി. അമ്മേ, എന്തു പറ്റി? ഇത് വെച്ചോ. ഇത് നിങ്ങളുടെ മോന് കൊടുക്കണം. പനിയല്ലേ, ശരിയായിക്കോളൂ. അല്ലെ, എന്തു പറ്റി? ഇതെല്ലാം തലേ കൂടെ ഓടുന്ന നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? ലോകത്തിന് മുഴുവൻ പനി വരും. അവൻ അസുഖമേ ഉള്ളൂ, മരിച്ചു പോയിട്ടില്ല. നിങ്ങളുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് വയ്യാന്ന്. നിങ്ങളെന്താ നാടകം കളിക്കാണോ? മാന്ത്രിക കാണിക്കാണോ എന്നോട്? ഡൗട്ട് അടിക്കാണോ എന്നെ? അല്ല മഞ്ജു, ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. പൊക്കോ, പോ ഇവിടുന്ന്. പോ, എനിക്ക് ഇവിടുന്ന് പോ. ഇന്ന് നിങ്ങളെ ഞാൻ പുറത്താക്കിവിടുന്നു. വാ മഞ്ജു, മഞ്ജു ഞാൻ പറയട്ടെ മഞ്ജു. പുറത്തു പോ. മഞ്ജു, എന്റെ അടുത്തേക്ക് വരാനുള്ള ധൈര്യം പോലും കാണിക്കരുത്. പൊക്കോ, പൊക്കോ, റൂമില് പോയി ഉറങ്ങാൻ നോക്ക്.
ഈ രാത്രിയായിട്ട് എന്താണ് കൗശൽ വിളിക്കുന്നേ? എന്തിനാ ഈ രാത്രി വിളിക്കുന്നത്? ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട് ഡാർലിംഗ്. ഞാനിപ്പോ എന്ത് ചെയ്യണം പറ? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. നീ എന്താ പറയുന്നത്? ഞാൻ വെറുതെ പറഞ്ഞല്ല. ഞാൻ പറയുന്നതിൽ വിശ്വാസം ഇല്ലെങ്കിൽ നീ ഒന്ന് ജനാല തുറന്നു നോക്ക്. വട്ടായോ നിനക്ക്? എനിക്ക് വട്ടായതിന് കാരണം ആരാ? ഇപ്പൊ ഇവിടെ രാജേഷ് ഉണ്ടായിരുന്നെങ്കിലോ? ഇപ്പൊ എന്ത് ചെയ്യായിരുന്നു? രാജേഷ് ഇവിടെ ഇരുന്നാ നമ്മൾ വേറെ റൂമിലോട്ട് പോയേനെ. രാജേഷിന് പനി എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. രാജേഷ്, മോനെ രാജേഷേ. ഈ കിളവിക്കിപ്പോ എന്താ വേണ്ട? അറിയില്ല. എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നേക്കുന്നത്? ഇപ്പൊ എന്ത് ചെയ്യും? മഞ്ജു, മഞ്ജു, മഞ്ജു. ഇപ്പൊ എന്താ ചെയ്യാ? രാജേഷ്, എന്താ അമ്മേ? മോനെ നീ ഇവിടെ നിന്റെ മുറിയിലല്ലായിരുന്നോ? അമ്മ, അത് മഞ്ജുന് ഒട്ടും വയ്യാന്ന്. അതുകൊണ്ട് ഞാൻ മറ്റേ റൂമിൽ ചെന്ന് കിടന്നത്. അവൾക്ക് തലവേദന ഉണ്ടായിരുന്നോ? പെട്ടെന്ന് രാജേഷ് സത്യം പറ, അവളുടെ കൂടെ നീ പിന്നെയും വഴക്കുണ്ടാക്കിയോ മോനെ? ഇല്ല അമ്മേ, എപ്പോഴും അങ്ങനെ ആരെങ്കിലും വഴക്കിട്ടോണ്ടിരിക്കും അമ്മേ. മോനെ, എല്ലാം എന്റെ കയ്യിലുള്ള തെറ്റാ. ഈ ബന്ധം നിനക്ക് വേണ്ടിയാ ഞാൻ തെരഞ്ഞെടുത്തേ. വെറുതെ പറയാൻ പാടില്ല. നീ നിന്റെ ഫാമിലി നല്ല കൺട്രോളിലാണ് വെച്ചിരിക്കുന്ന. അവനത് മതി. നിനക്കൊരു കാര്യം അറിയോ? എനിക്കിന്ന് നിന്നോട് ഭയങ്കര ഇഷ്ടം തോന്നുക. എന്താ മഞ്ജു പ്രശ്നം? ഇന്നലെ നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ റൂമിലായിരുന്നല്ലേ? അമ്മ, എനിക്ക് തലവേദന എടുക്കായിരുന്നു. പിന്നെ രാജേഷ് ഭയങ്കരമായിട്ട് കോട്ടുക വിടുമായിരുന്നു. നോക്ക് മഞ്ജു, നിന്റെ വയസ്സിനേറ്റ പോലെ നീ ഒരുപാട് അങ്ങ് ചാടാതെ. ഇനിയും നിനക്ക് സമയമുണ്ട്. മര്യാദയ്ക്ക് നടന്നു, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് വരും. നിന്റെ കുടുംബത്തിന് നല്ലതുപോലെ നോക്കൂ. എനിക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ 4 ചുവരിനുള്ളിൽ ജീവിച്ച് മരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങളുടെ മോനോട് പോയി പറയാ. ഇപ്പൊ അയാൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇതിന്റെ ഇടയിൽ വരുന്നത് അമ്മേ? നിന്റെ ശരീരത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന്. എന്റെ ദേഹത്ത് കൈവയ്ക്കണ്ട. ഇതെല്ലാം നിന്റെ തെറ്റാണ്. ചുമ്മാ ഓവറായിട്ട് കാണിക്കണ്ട്. എന്താ പറ്റിയെന്ന് വെച്ചാ പറ. കേൾക്കണോ? ഞാൻ അമ്മയാവാൻ പോവാ. എന്ത്? എന്റെ കുഞ്ഞാണോ അതോ രാജേഷിന്റെ ആണോ? കൊള്ളാലോ. നിനക്ക് എന്താ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ എന്റെ ജീവൻ പോവാ. ചെവി തുറന്ന് കേട്ടോ, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. അയ്യോ, എന്റെ ജീവിതം മുഴുവൻ എന്റെ അച്ഛന് വേണ്ടി കളഞ്ഞു. പിന്നെ ഇപ്പൊ ഈ ബോറിംഗ് ഭർത്താവ്. എനിക്ക് എന്റെ ജീവിതം എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കണം. അപ്പോഴാണ് ഈ കുഞ്ഞ്. ഒരിക്കലും ഇല്ല. ശരി, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കും. മഞ്ജു, എന്താ ഇത്? എന്തുറ്റി? നിങ്ങക്ക് വായിക്കാൻ അറിയില്ലേ? നീ ഇത് ആരോട് ചോദിക്കാതെ എന്തിനാ അബോർഷൻ ചെയ്തത്? അയ്യോ, കുഞ്ഞ് എന്റേതായിരുന്നു. ഞാൻ എന്തിനാ ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ അബോർഷൻ ചെയ്യുന്നേ? ഞാനങ്ങ് ചെയ്തു. മഞ്ജു,
നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യം വന്നോ? നിങ്ങൾക്ക് എങ്ങനെ എന്റെ മേൽ കൈവയ്ക്കാൻ പറ്റി? ഹാ, നീ തെറ്റ് ചെയ്തിട്ട് അവന്റെ മേലിടുന്നോ? അമ്മേ, അവരുടെ നാടകമൊക്കെ മതി. അവരുടെ അപ്പനെ വിളിച്ച് ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും ഞാൻ ഇപ്പൊ പറഞ്ഞൊപ്പിച്ചേക്കാന്നേ. നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് അവരുടെയൊക്കെ ഒരു വിചാരം. കാണിച്ചു തരാം ഞാൻ. ഒരു കാശിനും കൊള്ളാത്ത അവന് എത്ര ധൈര്യം വന്നു? അത് എന്റെ മേലെ കൈവയ്ക്കാനായിട്ട്. എന്നെ എതിർക്കാൻ തക്കോണം അവന് എങ്ങനെ ധൈര്യം വന്നേ? കൗശൽ, ഇതിപ്പോ ഒരുപാടായി. ഇനിയിപ്പോ നമ്മള് ഒരുമിക്കേണ്ട സമയമായി കഴിഞ്ഞു. സത്യമാണോ? പക്ഷെ എങ്ങനെ? ഇതുവരെ അവൻ ചത്തില്ല. നിന്റെ ഹസ്ബൻഡ് ചത്തില്ലല്ലോ ഇതുവരെ. അതുകൊണ്ട് അപ്പൊ എന്താ നമ്മള് രാജേഷ് മരിക്കാൻ വേണ്ടി കാത്തിരിക്കോ? ആ, അയ്യോ, ആരെങ്കിലും ഉണ്ടോ? പുറത്തുനിന്ന് വാതിൽ ഓർക്കോ. എന്താ ഇത്? ഇത് ആരാ പുറത്തുനിന്ന് പൂട്ടിയത്? നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? അപ്പോ രാജേഷ് എന്തു പറ്റി? രാജേഷ്, അല്ല, എന്താ പറ്റി? എന്ത് നടക്കുന്നു? രാജേഷ്, എന്താ പറ്റി? അമ്മ, എന്താ പറ്റി? രാജേഷ്, 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 അമ്മേ, 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 എണീക്കമ്മേ. സാർ, ഇവിടുത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും മോഷണം നടന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ കാണാതായിട്ടുണ്ട് സാർ. മഞ്ജുജി, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെ അല്ലായിരുന്നു ഇവിടെ കിടന്നുറങ്ങിയത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എനിക്ക് നല്ല തലവേദനയാ. അപ്പോ ചെറിയ സൗണ്ട് വന്നാൽ പോലും എന്റെ ഉറക്കം പോവും. അതുകൊണ്ട് വേറെ റൂമിലാ ഉറങ്ങുന്നേ. പക്ഷെ ഇന്നിപ്പോ രാവിലെ എണീക്കുമ്പോ റൂം പുറത്തുനിന്ന് പൂട്ടിയേക്കുമായിരുന്നു. പിന്നെ പുറത്തേക്ക് വന്നപ്പോ ഇതാ കണ്ടത്. ശരി, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കുക. നിങ്ങൾ എന്തായാലും കണ്ടിരുന്നോ? സാർ, എന്റെ മോൻ അവൻ പാവമാണ് സാർ. സത്യത്തിൽ അവന് ഒരു ശത്രുവുമില്ല. പക്ഷേ അവന്റെ കല്യാണത്തിനെ പറ്റി അവന് വിഷമമുണ്ടായിരുന്നു. കല്യാണത്തെ കുറിച്ചുള്ള പ്രശ്നം എന്തായിരുന്നു? കല്യാണത്തിന് ശേഷം എന്താ സംഭവിച്ചേ? അവന്റെ ഭാര്യ മഞ്ജു, അവൾക്ക് അവനോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവൾ അവനെ ഒത്തിരി പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. സാർ, ഇതാ ഇവിടെ ഒന്ന് നോക്കിയേ സാർ. സാർ, ഇതാ ഇത് കണ്ടില്ലേ? ഇത് ചോരയാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യേ, ഇവിടെയുള്ള എല്ലാ ഫിംഗർ പ്രിന്റ്സും നീ ഇവിടുന്ന് മൊത്തത്തിൽ എടുത്തേക്ക് കേട്ടോ. എനിക്ക് ഈവനിങ് തന്നെ എല്ലാത്തിൻ്റെ റിസൾട്ട് കിട്ടണം. ഇവിടെ തീർച്ചയായിട്ടും എന്തോ ഒരു പ്രശ്നമുണ്ട്. ശരി സാർ, വാപ്പോ. കൗശൽ, ഞാനിന്ന് ഭയങ്കര സന്തോഷവതിയാണ്. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനി നമ്മൾ രണ്ടുപേരും ഒന്നാൻ വേണ്ടിയിട്ട് ആരും തടയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നീ ഒരു ജീനിയസ് തന്നെയാ. പോലീസുകാരെ നല്ലപോലെ കൺഫ്യൂസ് ആക്കി കളഞ്ഞില്ലേ? അവർക്ക് നിന്നോട് ഒട്ടും സംശയമേ ഇല്ല. നോക്കിക്കോ, ഇപ്പൊ കേസ് തീർന്ന ഉടനെ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. ഇവിടെ എന്താ നടക്കുന്നേ?
നീ എന്റെ മകനെ കൊന്നു അല്ലേ? അവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ആ അയ്യോ, നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവൻ ഉപേക്ഷിച്ചിട്ട് പൊയ്ക്കൂടായിരുന്നോ? അവനൊരു പാവാണെന്ന് വിചാരിച്ച് നീ അവന് മുതലെടുത്തു. നിന്റെ ആഗ്രഹത്തിനും സുഖത്തിനും വേണ്ടി നീ എന്റെ മകനെ കൊന്നു അല്ലേ? ഇതെന്താ അസംബന്ധ പറയുന്നത്? ഇല്ല, ഇതൊന്നും പൊട്ടത്തരമല്ലല്ലോ. പറയാൾ ആരെന്ന്? ഈ ഹോട്ടലിൽ ഇയാളുമായിട്ട് നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് എപ്പോഴാണോ നിന്റെ അമ്മായിയമ്മ നിന്റെ ഗുണത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ നിന്നെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പരിപാടി അന്നേ തുടങ്ങിയതാ. അത് മാത്രമല്ല, ഞങ്ങൾ ഹോട്ടലിന്റെ പഴയ റെക്കോർഡൊക്കെ ചെക്ക് ചെയ്തതാ. അതുപോലെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഈ ഹോട്ടലിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ടതാ. പിന്നീട് ഞങ്ങൾ കൗശലിന്റെ ഫിംഗർ പ്രിന്റ്സ് അതൊക്കെ അന്നേ കളക്ട് ചെയ്ത് വെച്ചതാ. കാരണം ഞങ്ങൾക്ക് അന്ന് അവന്റെ ഫിംഗർ പ്രിന്റ്സ് അതിൽ നിന്ന് കിട്ടിയതാ. അത് ആരുടെ കൂടെ മാച്ച് ആയിട്ടില്ലായിരുന്നു. ഇനി വാ, 2 എണ്ണം കൂടെ പോയി ജയിലിൽ കല്യാണം കഴിച്ചാൽ മതി. 2 എണ്ണത്തിനും വലിച്ചോണ്ട് പോ. എനിക്ക് മഞ്ജുവിന്റെ അതിമോഹമാണ് നിരപരാധിയായ രാജേഷിന്റെ ജീവനെടുത്തത്. ഗാർഹിക പീഡനമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു നിസ്സഹായിയായ യുവതിയുടെ രൂപമാണ് നമ്മുടെ മനസ്സിൽ തെളിയുക. മറിച്ചത് ആണുങ്ങൾക്കും സംഭവിക്കാം. ഇതൊരിക്കലും അടിച്ചമർത്തലുകളെ പറ്റിയല്ല, അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനു വേണ്ടിയാണ്. രാജേഷും കുടുംബവും തുടക്കത്തിൽ തന്നെ വിഷാദത്തിലായിരുന്നു. രാജേഷിന്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അതുപോലെ മഞ്ജുവും ഉപേക്ഷിച്ചു പോയാൽ പിന്നെ അവർക്ക് സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത്? ആ ഭയത്താലാണ് അവർ മഞ്ജുവിന്റെ തെറ്റുകളെല്ലാം കണ്ടില്ലെന്ന് നടിച്ചത്. മഞ്ജുവും അവരുടെ ഈ ബലഹീനതയെ പൂർണ്ണമായും മുതലെടുത്തു. അവൾ കൂടുതൽ തെറ്റുകളിലേക്ക് പോയി. കൗശലും അവൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിന്നു. ഓർമ്മയിരിക്കട്ടെ, അതിമോഹം നമ്മളെ കുറ്റകൃത്യങ്ങളിലേക്ക് വലിച്ചഴിക്കും. എപ്പോഴും അനീതിക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്താൻ പഠിക്കണം. കുറ്റം തഴച്ചു വളരുന്നതിന് മുൻപ് അതിന്റെ വേരറുക്കണം എന്ന് നിങ്ങളുടെ കൃഷ് ജെയിൻ. ഈ ബോധവൽക്കരണ എപ്പിസോഡിൽ നിന്ന് ഞാൻ വിട പറയുന്നു. വീണ്ടും ഒരു റിയൽ സ്റ്റോറിയുമായി നമുക്ക് കാണാം. അതുവരെ കരുതലോടെ ഇരിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ക്രൈം അലേർട്ട്, കുറ്റങ്ങൾക്കെതിരെ ശബ്ദമുയർത്താം.